ഫുട്ബോളിലേക്കാണ്. ഫിഫയുമായി ബന്ധപ്പെട്ട് ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല കാരണം ഫിഫയുടെ വാണിജ്യാവകാശം സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം. അതിനെ ഫിഫയുടെ കീഴിലുള്ള ഫെഡറേഷനുകളിൽ മിക്കതും എതിർത്തു. 211 ഫെഡറേഷനുകളാണ് ഫിഫയുടെ കീഴിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുവേഫ, യൂറോപ്യൻ ഫെഡറേഷനാണ്. യുവേഫയാണ് ശക്തമായ നിലപാടുമായി ആദ്യ രംഗത്ത് വരികയും ഞങ്ങൾ ഫിഫയിൽ ഇനിയില്ല എന്ന് പറയുകയും ചെയ്തത്. അവസാനം ഈ ഫെഡറേഷനുകളുടെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്ന് ഇൻഫാന്റിനോക്ക് തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു. ഇൻഫാന്റിനോയുടെ ഒരു ബലം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നിട്ടും കാര്യമുണ്ടായില്ല. ഈ ഫെഡറേഷൻ്റെയൊക്കെ നിർബന്ധത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഫിഫയിൽ ഫെഡറേഷനുകൾ തുടരാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ജിമ്മി, ഇതിൽ ഇക്കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഫിഫ എപ്പോഴും ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആളുകൾ, സാധാരണക്കാർ വരെ കളിയിലെ ഫൗളിൻ്റെ റെഫറി വിളിക്കുന്ന ഫൗളോ മഞ്ഞക്കാടോ ഒക്കെ വെച്ച് തന്നെ ഫിഫയെ വിമർശിക്കുന്നു. ഇൻഫാന്റിനോയും അതുപോലെ തന്നെ പലരും എന്താ പറയുക, ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് പലരും സംസാരിക്കുകയും ചെയ്തത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു വലിയ സംരംഭത്തെ, വലിയ സംവിധാനത്തെ സ്വകാര്യ നിക്ഷേപകർക്ക് തീറെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം, ആ നീക്കം ഫിഫയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നുള്ള എല്ലാ ഫെഡറേഷനുകളും മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇത് അതിനെ മാത്രമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും ശ്രദ്ധ പോകുന്നു. ഇപ്പോൾ ഒമർ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന സൊമാലിയയുടെ റഫറി, 2025 ഏറ്റവും മികച്ച റഫറിക്കുള്ള പുരസ്കാരം നേടിയ മനുഷ്യൻ, അദ്ദേഹം അമേരിക്കയിലേക്ക് വരികയാണ് ഫിഫ വേൾഡ് കപ്പിന്. അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ തടയുക മാത്രമല്ല, 11 മണിക്കൂർ ചോദ്യം ചെയ്തു ശേഷം അയാളെ പറഞ്ഞു വിടുന്നു തിരിച്ച് സൊമാലിയയിലേക്ക്. ലോകം ഞെട്ടിപ്പോയതാണ്. ഫിഫയുടെ ചരിത്രത്തിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരു മത്സരത്തിൻ്റെ ഒരു കളിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റഫറിക്ക് മത്സരം നിയന്ത്രിക്കാൻ അനുവാദം കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര ഞെട്ടലോട് കൂടിയാണ് എല്ലാവരും കണ്ടത്. അപ്പോൾ ട്രംപാണ് തീരുമാനിക്കുന്നത്, അമേരിക്കയാണ് അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഫിഫയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു വേൾഡ് കപ്പ് നടന്നിട്ടില്ല. വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യം ആതിഥേയ രാജ്യമാണ്. ആതിഥേയ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഫിഫയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതില്ലാതെ ഈ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. പക്ഷേ അതിനൊരു ഒരു ആൻറ്റി ക്ലൈമാക്സ് കൂടെ ഉണ്ടായി. ഒരു കാവ്യനീതി പോലെ യുവേഫ കപ്പിൻ്റെ, സൂപ്പർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽസ് നിയന്ത്രിച്ചത് ഇതേ റഫറി തന്നെയാണ്. ഫിഫ അവരുടെ ചരിത്രത്തിൽ യൂറോപ്പിന് പുറത്തു നിന്ന് ഒരു റഫറി വരികയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തിൻ്റെയും ഈ ഒരു പ്രശ്നത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ ഒമർ അബ്ദുൽ ഖാദിറിനെ വിളിച്ച് അദ്ദേഹമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് മിനിഞ്ഞാന്നാണ് ആ മത്സരത്തിൻ്റെ റഫറിയായിട്ട് അദ്ദേഹം നിന്നത്. എന്ന് മാത്രമല്ല, സൊമാലിയിൽ തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകരണമൊക്കെ കിട്ടുകയാണ്. ഇതൊന്ന്. 2, ഇറാന് സംഭവിച്ച അപമാനം അമേരിക്കയിൽ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. ഒരു കാരണവശാലും അമേരിക്കയിൽ താമസിക്കാൻ സമ്മതിക്കില്ല. അവർ അപ്പുറത്ത് ഒന്നുകിൽ കാനഡയിൽ അല്ലെങ്കിൽ മെക്സിക്കോ ആണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം പക്ഷേ ഒരൊറ്റ കളി പോലും മെക്സിക്കോയിലില്ല. കളി മുഴുവൻ അമേരിക്കയിലാണ്. എന്നാൽ അതെങ്കിലും അങ്ങോട്ടാക്കി കൊടുക്കുക, അത് സാധ്യമല്ല. അപ്പോൾ ഇവർ മണിക്കൂറുകൾ യാത്ര ചെയ്ത് അതിർത്തി കടന്ന് ഇവിടെ വന്ന് മത്സരിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു പോകണം. ഇങ്ങനെ മനുഷ്യത്വരഹിതമായി ഒരു ടീമിനോട് പെരുമാറി ഫിഫ. എന്തിന്? അതും ട്രംപിന് വേണ്ടി. ഇത് മാത്രമോ, കഴിഞ്ഞ വർഷം ഫിഫ ആദ്യമായി ലോക സമാധാനത്തിനൊരു സമ്മാനം പ്രഖ്യാപിച്ചു. അതും ഡൊണാൾഡ് ട്രംപിനാണ്. ഏത് ട്രംപ്? അതായത് നൊബൽ പീസ് പ്രൈസ് എനിക്കാരും തരുന്നില്ലടേ എന്ന് ചോദിച്ചു നടന്നു. അവസാനം ആരും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫിഫയുടെ പ്രസിഡന്റ് ഒരു പുതിയ ഒരു സമ്മാനം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇതാ ലോക സമാധാനത്തിലുള്ള ഫിഫ പ്രൈസ്, അത് ഡൊണാൾഡ് ട്രംപിന്. ഇത്രയും ചെയ്ത ആളാണ് ഈ ഫിഫ വേൾഡ് കപ്പ് കഴിയുമ്പോൾ അടുത്ത ഫിഫ വേൾഡ് കപ്പിൽ ഇനി മുതൽ നമ്മൾ 20% സ്വകാര്യ സംരംഭകരെ കൂടെ ചേർക്കും എന്ന് പറഞ്ഞു. അതാരായിരിക്കും ആ സ്വകാര്യ സംരംഭകർ? അവരും ഫിഫയും തമ്മിലുള്ള കൈകോർക്കൽ എങ്ങനെയാണെന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അത് വളരെ ദുരൂഹമാണ്. അത് അദ്ദേഹം തീരുമാനിക്കുമെന്ന മട്ടിലാണ് തീരുമാനങ്ങൾ വരുന്നത്. അപ്പോഴാണ് പ്രധാനപ്പെട്ട ലോകത്തെ ഫുട്ബോൾ ഫെഡറേഷനുകൾ, പ്രത്യേകിച്ചും യൂറോപ്പിലേത് അതുപോലെ തന്നെ മധ്യ അമേരിക്കയിലേത് 2 പ്രധാനപ്പെട്ട ഫുട്ബോൾ ഫെഡറേഷനുകൾ ഇതിനെതിർത്ത് രംഗത്ത് വന്നത്. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇയാൾക്ക് അനുകൂലമായിട്ടല്ല. പക്ഷേ ലാറ്റിൻ അമേരിക്ക, അതായത് അർജൻറ്റീന ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്ക ഇയാളുടെ ഒപ്പമാണ്.
ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭയേക്കാൾ പ്രധാനം ഫിഫയ്ക്കുണ്ട്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ 190 ചില്ലുവാൻ അംഗങ്ങളേ ഉള്ളൂ. ഫിഫയിൽ 211 പേരുണ്ട്. നേപ്പാളിന് ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, സസ്പെൻഷനിലാണ്. അപ്പോൾ 210 പേർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഐക്യരാഷ്ട്രസഭയേക്കാൾ വലിയ ലോക സംഘടനയാണ് ഫിഫ. അവിടെ ഓരോരുത്തർക്കും ഓരോ വോട്ടാണ്, അത് രഹസ്യ ബാലറ്റാണ്. ഇയാൾ ഉറപ്പായിട്ടും ജയിക്കും എന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വേൾഡ് കപ്പ് വരുന്നതും ഈ വേൾഡ് കപ്പിന് ശേഷം അടുത്ത വേൾഡ് കപ്പ് ഞാനങ്ങ് നടത്തിക്കളയും എന്ന് പറഞ്ഞ് പുതിയ പ്രഖ്യാപനങ്ങളും വരുന്നത്. അതോടുകൂടി വളരെ വലിയ ബാക്ക്ലാഷ് ഉണ്ടാവുകയും എന്തായാലും ഈ സ്വകാര്യ സംരംഭകരെ പങ്കെടുപ്പിക്കുന്നതിന് അദ്ദേഹം പിന്മാറി. പക്ഷേ പ്രതിഷേധം ശക്തമാണ്. ഒരു മത്സരമുണ്ടായാൽ ഇയാൾ തോക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. പക്ഷേ ഒരു രാജ്യത്തിന് ഓരോ വോട്ടാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പിന്തുണ ഇദ്ദേഹത്തിന് പൂർണ്ണമായും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം, അറബ് രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇയാൾ ജയിക്കാനും സാധിക്കും. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപിന് അവിടെയും രക്ഷയില്ല. ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ എല്ലാം കഷ്ടകാലം ഒരു സൈഡിൽ നിന്ന് തുടങ്ങണം. അത് ഫുട്ബോളിലായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ആളുകൾക്ക്, അനുയായികൾക്ക് രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു തരത്തിലും തടസ്സപ്പെടാതെ അടുത്ത ഫിഫയുടെ ഒരു തവണ കൂടി, ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 ടേമേ പറ്റുള്ളൂ. പക്ഷേ ഇത്തവണ കൂടി ചോദിച്ചാൽ അയാൾക്ക് 15 വർഷം, അതായത് 12 വർഷമേ പറ്റുള്ളൂ. 4 ഇയാളെ ഇടയ്ക്ക് കയറിയതാണ്. ഒരു ടേമിൻ്റെ, ഒരു ഫിഫ പ്രസിഡൻറ്റിൻ്റെ ഒരു വർഷം അവസാനിക്കുമ്പോഴേക്കും അയാൾ പുറത്തു പോവുകയും അടുത്ത 3 വർഷം ഇദ്ദേഹം ആവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം യുദ്ധം ചെയ്ത് നിയമയുദ്ധം നടത്തി അതൊരു ടേമായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരുടെയും പിന്തുണയോടുകൂടി കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും ജയിച്ചു വന്ന ആളാണ്. ആരും തടയാനില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ തോളത്ത് കൈയിടാൻ ഇദ്ദേഹത്തിന് തോന്നിയതും ഇപ്പോൾ വെള്ളം കുടിക്കുന്നതും. അതാണ് സ്ഥിതി. അല്ല, ആ വിഷയം, ഇപ്പോഴത്തെ വിഷയം എന്നാണ് ജിബി വിശദമായിട്ട് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഒരു ബ്രോഡർ ഇതിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ ഫിഫ വലിയ സംഘടനയാണെന്ന് പറഞ്ഞല്ലോ, UN വലിയ സംഘടനയാണ്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഏതാ വലിയ സംഘടന? അത് UEFA ആണ് അല്ലേ? ഫിഫയേക്കാൾ കൂടുതൽ പണമുള്ളത് ആരുടെ കയ്യിലാണ്? UEFയുടെ കയ്യിലാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന അവിടെ, ലീഗ് മാച്ചുകൾ നടക്കുന്ന, ചാമ്പ്യൻസ് ലീഗ് പോലുള്ള വലിയ ഇവൻറ്റ്സ് നടത്തുന്നത് UEFA ആണ്, ഫിഫയല്ല. ഫിഫ ആകെ എന്താണ് ചെയ്യുന്നത്? വേൾഡ് കപ്പ് നടത്തുന്നു. പിന്നെ വേൾഡ് കപ്പ് 2 കൊല്ലമാക്കിയാലോ എന്ന ഒരു പ്ലാൻ വയ്ക്കുന്നു. 4 കൊല്ലമൊക്കെ ഇതാണ്, 2 അത് UEFA സമ്മതിക്കില്ല. UEFയും ഫിഫയും തമ്മിലുള്ള പോരാട്ടം എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. ആദ്യം ICC-യേക്കാളും വലിയ സംഘടന BCCI ആണല്ലോ. അതുപോലെ എന്നുവെച്ചാൽ പൈസ നോക്കുകയാണെങ്കിൽ UEFയുടെ ക്യാഷ് മുഴുവൻ, ഫിഫയുടെ ഒന്നുമില്ല. പൈസ ഉള്ളത് അവർക്കാണ് കൂടുതൽ ഇവൻറ്റ്സ് ഉള്ളത്, കൂടുതൽ മാച്ച് നടത്തുന്നവരാണ്. അപ്പോൾ ഈ ആദ്യം ഉണ്ടായത് ഫിഫയാണ്. UEFA ഉണ്ടായതിനു ശേഷം ഇവർ തമ്മിലുള്ള പോട്ടി വലിയ തോതിലേക്ക് വളർന്നിരുന്നു. ആദ്യമൊക്കെ യൂറോപ്പിൽ നിന്നുള്ള പ്രസിഡന്റുമാരുണ്ടാവുന്നത്. ഒരു യൂറോപ്യതര പ്രസിഡന്റ് ആദ്യം ഉണ്ടാകുമ്പോൾ തന്നെ ഈ അടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആളുടെ സെബ്ലാറ്ററും പ്ലാറ്റിനും യൂറോപ്യൻസ് ആണ്. അല്ല, ഇപ്പോഴത്തെ ആളുടെ എന്താണ്? ഇൻഫാന്റിനോ യൂറോപ്യൻസ് ആണ്, ഇറ്റാലിയനാണ്. അപ്പോൾ ഈ ഇറ്റാലിയനാണ്, സ്വിറ്റ്സർലൻഡാണ്, എന്തോ ആവട്ടെ, യൂറോപ്യനാണ്. അപ്പോൾ യൂറോപ്യനായിട്ട് കൂടി ഇയാളെന്താണ് ചെയ്യുന്നത്? യൂറോപ്യതര കോണ്ടിനെൻറ്റുകളുടെ പിന്തുണയോടുകൂടി അയാൾ വലിയ ആളാവാൻ ശ്രമിക്കുന്നു. ഇതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഫിഫ ഫിക്സ് ചെയ്യുന്ന ചാർട്ട് ചെയ്യുന്ന ഫിക്ചറുകൾ അതും ഇവരുമായിട്ട് എപ്പോഴും ക്ലാഷ് ആയിരിക്കും. ഇപ്പോൾ ഒരു വേൾഡ് ക്ലബ്ബ് കപ്പ് ഉണ്ടാക്കണം, അതായത് ക്ലബ് വേൾഡ് കപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഫിഫയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇവർ സമ്മതിക്കും, UEFA സമ്മതിക്കും ഇല്ല. UEFയുടെ ചാമ്പ്യൻസ് ലീഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തോന്ന് വേൾഡ് കപ്പ്? ഈ യൂറോപ്പിന് പുറത്ത് ഏത് ക്ലബ്ബാണ് ലോക പ്രശസ്തമായിട്ടുള്ളത്? അങ്ങനെ ക്ലബ്ബുണ്ടോ? ഇപ്പോൾ ക്ലബ്ബുണ്ട്. റൊണാൾഡോയും മെസ്സിയൊക്കെ കളിക്കുന്ന ഇപ്പോൾ അമേരിക്കയിലെ ക്ലബ്ബുകൾ, സൗദി അറേബ്യയിലെ ക്ലബ്ബുകൾ, അത് യൂറോപ്യൻ ക്ലബ്ബുകളുമായിട്ട് താരതമ്യം പോലും ഇല്ല. ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഒന്നും അങ്ങനെ അത്തരം ക്ലബ്ബുകൾ പ്രശസ്തമല്ല. യൂറോപ്പിലാണ് ക്ലബ്ബുകളുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ UEFയും ഫിഫയും തമ്മിലുള്ള ഒരു പോരാട്ടം നിലനിൽക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. എന്ന് കരുതി ഇവർ സഹകരിക്കുന്നില്ല എന്നല്ല, സഹകരണമുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം അവിടെയുണ്ട്, ആരാണ് വലിയേട്ടൻ എന്നുള്ളത്. കാശും ആളും ഒക്കെ UEFയുടെ കയ്യിലാണുള്ളത്. ഫിഫ എന്ത് ചെയ്യുന്നു? ഫിഫ ഈ പുറത്തുള്ള രാജ്യങ്ങളുടെ, ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഫിഫ ആളാവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് തുടക്കം. അത് ഇയാളോടുള്ള പ്രശ്നമോ, ആരോട്, ഈ ഇൻഫാന്റിനോടുള്ള പ്രശ്നമോ, അല്ലെങ്കിൽ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമല്ല. ഈ ഒരു വലിയേട്ടൻ മനോഭാവം, UEFയുടെ വലിയേട്ടൻ മനോഭാവം, ഫിഫയോടുള്ള എതിർപ്പ്, അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം, ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു കളിയിലെ റെഡ് കാർഡ് ഒഴിവാക്കി കൊടുത്ത സംഭവം ഉണ്ടല്ലോ, ട്രംപിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അമേരിക്കൻ പ്ലെയർ, അത് ചെറിയ ചില്ലറ എതിർപ്പല്ല യൂറോപ്പിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു.
ഈ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള ഫിഫ യോഗത്തിൽ പോലും അവർ വോക്കൗട്ട് നടത്തി. ആര്? യുഎഫയുടെ യൂറോപ്പിൽ നിന്നുള്ള അംഗങ്ങൾ വോക്കൗട്ട് നടത്തിയത്. അപ്പോൾ ഒരുതരം ജിയോ പൊളിറ്റിക്സ് കൂടി ഇതിലുണ്ട്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള പൊളിറ്റിക്കൽ റിഫ്റ്റ് ഉണ്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട്. അതുകൂടി ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുഎഫയും ഫിഫയും തമ്മിലുള്ള പ്രശ്നങ്ങളും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിൽ ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ യൂറോപ്യൻ മാധ്യമങ്ങൾ ഭയങ്കര രസകരമായൊരു വാർത്ത കൂടി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇയാൾ ഈ ഇൻഫൻറ്റിനോ, ഇയാൾ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഇതിന് മുമ്പ് സെബ്ലാറ്ററുടെ കാലത്ത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഫിഫയിലൊരു മുൻ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു 6 അക്ക സംഖ്യ ഫിഫയുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു. അത് ഇവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ആർക്ക്? ഫിഫയ്ക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പഴയ കേസാണ്. ഇയാൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു വാർത്ത കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണ് ആ പൈസ കൊടുത്തത്? ഏതോ 6 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര കാശ് എന്ന് പറയുന്നില്ല. അതെന്തോ ഒരു ഫീസ്, ഏതോ ഒരു കോഴ്സിനുള്ള ഫീസിനാണെന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, അതിൻ്റെ കറക്റ്റ് വിശദാംശങ്ങൾ അറിയില്ല. അപ്പോൾ ഇത് സെബ്ലാറ്ററുടെ ആരാണ് ഈ ഉദ്യോഗസ്ഥ, എന്തിനാണ് ആ പൈസ കൊടുത്തത് തുടങ്ങി ഈ ലണ്ടനിൽ കുറേ അധികം ടാബ്ലോയിഡ് പത്രങ്ങളുണ്ടല്ലോ, അവരുടെ സ്ഥിരം പണി ഇതാണ്. ഇപ്പോൾ ഈ അർജൻറ്റീന കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നപ്പോൾ ഒരു സാധനം കൂടി വന്നല്ലോ. എന്താണ്? മന്ത്രി വി അബ്ദുറഹ്മാനുടെ ഇമെയിൽ തയ്യാറാക്കിയത് ഒരു കോളേജ് അധ്യാപികയാണ്. അത്തരം സാധനങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതിലും വരുവാണ്. അപ്പോൾ അയാൾ പറഞ്ഞു അത് വേറെ പ്രശ്നമൊന്നുമില്ല, അത് നിയമപരമായി തന്നെയാണ് ഞങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തടി തപ്പുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോരാട്ടം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്.